കള്ളക്കടത്തിൽ നിന്നും നിരപരാധികളായ നിങ്ങൾ പെടാതിരിക്കുക. ഒന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. 1. നിങ്ങൾ ആരെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ യാത്രക്കാർ, ചരക്ക് വാഹനം കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഒരു പക്ഷേ നിങ്ങൾ ആരുമായിരിക്കൊള്ളട്ടെ, അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ യാത്ര ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചരക്കുവണ്ടി യാത്രക്കാരോ കേരള ബോർഡറിൽ വെച്ച് പോലീസിന്റെയോ എക്സൈസ് ഉദ്യോഗസ്ഥരുടെയോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയോ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത് നമ്മൾ എല്ലാവരും പൊതുവായി കാണാറുണ്ട്. നിങ്ങൾ ബസ്സിലാണ് എങ്കിൽ അവർ കൂട്ടത്തോടെ ബസ്സിൽ കയറി നിങ്ങളുടെ ദേഹം, ഭാഗോ, ബസ്സിന്റെ നിങ്ങളിരിക്കുന്ന സീറ്റോ പരിശോധിക്കുന്നത് കാണാം. നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ ബസ് കയറുന്നതിനു മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ വീഡിയോ ക്യാമറ ഓണാക്കി വെച്ച് റെക്കോർഡിലിടുക. നിങ്ങളുടെ ബാഗോ ദേഹമോ പരിശോധന സമയത്ത് ചിലപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ തെളിവ് ധാരാളം. ബസ്സിൽ പരിശോധന നടക്കുന്ന സന്ദർഭത്തിൽ ഉദ്യോഗസ്ഥർ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് വേറെ സീറ്റുകളിൽ മാറി പരിശോധനയ്ക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കുക. 2. നിങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരോ താമസിക്കുന്നവരോ യാത്ര ചെയ്യുന്നവരോ പോവുന്നത് എന്തു ഉദ്ദേശ്യവുമാവാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മടങ്ങി കേരളത്തിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ബാഗോ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ചെരിപ്പോ ഷൂവോ എല്ലാം നന്നായി പരിശോധിച്ച ശേഷം മാത്രം കേരളത്തിലോട്ട് ബസ്സിലോ ചരക്കു ലോറി ഉടമകളോ മറ്റു യാത്രക്കാരോ സ്വന്തം വാഹനമാണെങ്കിൽ പോലും നന്നായി പരിശോധിച്ച ശേഷം മാത്രം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ചെറുകണികകളാൽ കാണപ്പെടുന്ന ലഹരി കുറ്റകാരണത്തിന് ഇടയാകുന്നു. 3. വൃദ്ധരായ ആളുകൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതുണ്ടെങ്കിൽ അവരെ നന്നായി ശ്രദ്ധിക്കുക. കള്ളക്കടത്തുകാർ ലക്ഷ്യം വെക്കുന്നത് ചിലപ്പോൾ ഇവരെയാണെങ്കിൽ സൂക്ഷിക്കുക. 4. ബസ്സിൽ അറിയാത്ത ആളുകളിൽ നിന്നോ അറിയുന്ന ആളുകളിൽ നിന്നോ അവർ തരുന്ന സാധനങ്ങൾ വാങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് റെയിൽവേ, എയർപോർട്ട്, ടൂറിസ്റ്റ് യാത്ര ബസ്സുകൾ എന്നിവയിൽ മറ്റു ആളുകൾ തരുന്നതോ മറ്റു കുട്ടികൾ തരുന്നതോ ആയ സാധനങ്ങൾ വാങ്ങാതിരിക്കുക.